കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നും വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തിപ്പതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. നമസ്കാരം. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിലെ ചില വരികളാണ് ഇവിടെ ഉദ്ധരിച്ചത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ജ്ഞാനപ്പാനയിലെ വരികൾ ഇവിടെ ഉദ്ധരിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ ഉണ്ട്. സമകാലീന സംഭവങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത്. പറഞ്ഞു വരുന്നത് കോൺഫിഡന്റ് ഗ്രൂപ്പ് CMD ആയ റോയിയുടെ മരണത്തെക്കുറിച്ച് തന്നെയാണ്. ഡോക്ടർ റോയി തന്റെ ബംഗളൂരുവിലുള്ള ഓഫീസിൽ നിറയൊഴിച്ചു മരിക്കുകയായിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ അത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും കഴിയാത്ത നിലയിലാണ് ഇന്നിപ്പോൾ ജനങ്ങൾ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞതുപോലെ ലോകത്തിലുള്ള ഏറ്റവും വലിയ കോടീശ്വരന്മാർ ജീവിക്കുന്നത് പോലെ ആഡംബര ജീവിതം നയിച്ച വ്യക്തി തന്നെയായിരുന്നു ഡോക്ടർ റോയ്. വളരെ ചെറിയ നിലയിൽ നിന്നും ലോകം മുഴുവൻ അറിയപ്പെടുന്ന രീതിയിലേക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പിനെ വളർത്തിയെടുക്കുകയും കോടീശ്വരന്മാരിൽ കോടീശ്വരന്മാർ ജീവിക്കുന്ന ദുബായിലെ സമ്പന്നമായ മേഖലയിൽ താമസിക്കുകയും 33-ാമത്തെ വയസ്സിൽ സ്വന്തമായി വിമാനം വരെ വാങ്ങിക്കുകയും ചെയ്ത അതിസമ്പന്നനായ ഒരു കോടീശ്വരൻ. ഇദ്ദേഹം സിനിമാ മേഖലയിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ധാരാളം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും വലിയ ധനാഢ്യനായ അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ജോലിക്കാരുടെ ഭാഷ, അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ ഭാഷ, വാക്കുകൾ കടം കൊണ്ട് പറഞ്ഞാൽ 10 പൈസ പോലും ജീവിതത്തിൽ കടമില്ലാത്ത ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് പ്രശസ്തിയുടെ സമ്പന്നതയുടെ നെറുകയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ സ്വയം വെടി വെച്ച് മരിക്കുന്നത് എന്നുള്ള ചോദ്യം ഇപ്പോഴും അന്വർത്ഥം തന്നെയാണ്. ഇതിൽ ഏറെ ദുരൂഹതകളുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ റോഗിയെ വളഞ്ഞു വെച്ച് ചോദ്യം ചെയ്ത് സമ്മർദ്ദത്തിൽ ആഴ്ത്തിയതിന്റെ പേരിലാണ് അദ്ദേഹം സ്വയം ജീവൻ ഒടുക്കിയത് എന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. എന്നാൽ ഇവിടെ ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പോലീസ് ആകട്ടെ, ഇൻകം ടാക്സ് ആകട്ടെ, ED ഉദ്യോഗസ്ഥരാകട്ടെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരു പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ സ്വാഭാവികമായും മൂർച്ചയേറിയ അല്ലെങ്കിൽ സ്വയം മുറിപ്പെടുത്തത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നവരെയോ മറ്റു ഉദ്യോഗസ്ഥരെയോ മറ്റുള്ള ആളുകളെയോ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ പിടിച്ച് എടുക്കുകയാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ചെയ്യുക. അങ്ങനെയെങ്കിൽ റോയിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് റോയ് സ്വയം വെടിവെച്ച് മരിച്ച പിസ്റ്റൾ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കണ്ടെത്താൻ സാധിക്കാതെ പോയത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദ വലയത്തിലായിരുന്നില്ല റോയി എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, ഏത് ഉദ്യോഗസ്ഥരാകട്ടെ ഒരു പ്രതിയെ അല്ല എന്നുണ്ടെങ്കിൽ അത്തരം സംശയകരമായ സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ അയാളെ വീണ്ടും അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും അയാളുടെ നീക്കങ്ങൾ കൃത്യമായി തന്നെ പോലീസോ ഉദ്യോഗസ്ഥരോ ലോക്ക് ചെയ്തിട്ട് തന്നെയാണ് അയാളെ ചോദ്യം ചെയ്യുക. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുവാൻ ആരെയും, എത്ര വലിയ ആളായാലും ഉദ്യോഗസ്ഥർ സമ്മതിക്കില്ല, അനുവദിക്കില്ല. അങ്ങനെയെങ്കിൽ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിൽ കഴിഞ്ഞിരുന്ന റോയി എങ്ങനെയാണ് സ്വന്തം ക്യാബിനിലേക്ക് പോകുക എന്നുള്ള ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം താങ്ങാനാവാതെ സ്വയം വെടിവെച്ചു മരിച്ചു എന്ന് പറയുമ്പോൾ ചോദ്യം ചെയ്യലിന്റെ ഇടയിൽ റോയിയുടെ 2 ഫോണുകൾ ഈ ഉദ്യോഗസ്ഥർ പിടിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ ഫോണുകൾ പോലും പിടിച്ചു വെച്ച ഒരു പ്രതിയെ തന്റെ മുകളിലെ നിലയിലുള്ള ഓഫീസിലെ ക്യാബിനിലേക്ക് തനിച്ചു പോകുവാൻ ഉദ്യോഗസ്ഥർ അനുവദിച്ചു എന്ന് പറയുന്നത് തന്നെ ദുരൂഹതയുണ്ട്. അത് അസ്വാഭാവികമാണ്. ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥരും റെയ്ഡ് നടക്കുന്ന വേളയിൽ റെയ്ഡ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് ആരെയെങ്കിലും പുറത്തേക്കോ പുറമെ നിന്ന് മറ്റാരെയെങ്കിലും റെയ്ഡ് നടക്കുന്ന ഇടങ്ങളിലേക്കോ പ്രവേശിക്കുവാനോ പുറത്തേക്ക് പോകുവാനോ അനുവദിക്കില്ല എന്നുള്ളത് ചട്ടമാണ്. അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് റോയിയുടെ ഫോൺ വരെ കസ്റ്റഡിയിൽ വാങ്ങി വെച്ചിട്ട് റോയിയെ മുകളിലെ നിലയിലുള്ള തന്റെ ഓഫീസ് ക്യാബിനിലേക്ക് പോകുവാൻ ഈ IT ഉദ്യോഗസ്ഥർ സമ്മതിച്ചത് എന്ന് പറയുമ്പോൾ അതിൽ അസ്വാഭാവികമായ ഒരു കാര്യമുണ്ട്. റോയിയുടെ മാനേജറായിരുന്ന ജോസഫ് പറയുന്നത് IT ഉദ്യോഗസ്ഥർ, ED ഉദ്യോഗസ്ഥർ അല്ല, IT ഉദ്യോഗസ്ഥർ റോയിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തിന് അമ്മയെ ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞു. ഫോൺ ചെയ്യാൻ അനുവദിച്ചില്ല. തുടർന്ന് അദ്ദേഹവും, അതായത് റോയിയും റോയിയുടെ മാനേജറായ ജോസഫും കൂടി മുകളിലത്തെ നിലയിലേക്ക് റോയിയുടെ ക്യാബിനിലേക്ക് പോകുന്നു. പേഴ്സണൽ ക്യാബിനിൽ ചെന്ന് റോയി അവിടെ ഇരിക്കുന്നു. പിന്നീട് ജോസഫിനോട് പുറത്തു പോകാൻ പറയുന്നു, എനിക്ക് അമ്മയായിട്ട് തനിച്ച് സംസാരിക്കണം എന്ന് പറയുന്നു. 2 ഫോണുകളും IT ഉദ്യോഗസ്ഥർ വാങ്ങി വെച്ചിട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഏത് ഫോണിൽ നിന്നാണ് റോയിയെ അമ്മയെ വിളിക്കുക എന്നുള്ളത് ചോദ്യം തന്നെയാണ്. ഇനിയിപ്പോൾ ജോസഫിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് റോയി അങ്ങനെ പറഞ്ഞത് എങ്കിൽ എങ്ങനെയാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിയെ തനിച്ചൊരു മുറിയിൽ അടച്ചുപൂട്ടിയിരിക്കുവാൻ ഉദ്യോഗസ്ഥർ സമ്മതിക്കുക? ഇവിടെ ജോസഫ് പറയുന്ന മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട്.
ജോസഫിനെ പുറത്താക്കി. ജോസഫ് പുറത്തേക്ക് പോന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ജോസഫ് ചെന്ന് കഴിഞ്ഞപ്പോൾ റോയി ക്യാബിന്റെ കതക് അടഞ്ഞിരിക്കുന്നത് കണ്ടു. വീണ്ടും കതക് തുറന്ന് ജോസഫ് അകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ റോയിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജോസഫിനെ അകത്തേക്ക് കടത്തിവിട്ടില്ല എന്നാണ് പറയുന്നത്. റോയിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ റോയിയുടെ മാനേജരായ അല്ലെങ്കിൽ റോയിയുടെ സ്റ്റാഫായ ജോസഫിനെ കുറിച്ച് അറിയാത്തവരല്ലല്ലോ. റോയിയുടെ സ്റ്റാഫിനെ പോലും സുരക്ഷാ ഉദ്യോഗസ്ഥർ റോയിയുടെ അടുത്തേക്ക് കടത്തിവിട്ടില്ല എന്ന് ജോസഫ് പറയുമ്പോൾ ആ മൊഴിയിലും ദുരൂഹതയുണ്ട്. റോയിയുടെ ഫോണുകൾ IT ഉദ്യോഗസ്ഥർ വാങ്ങിവെച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ഏത് ഫോണിൽ നിന്ന് വിളിച്ചു എന്ന് പറയുമ്പോൾ ആ ഫോൺ ഏതാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ്. മാത്രമല്ല റോയിയുടെ തോക്കിൽ സൈലൻസർ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വെടിയേറ്റ് താഴെ കേട്ടില്ല. ജോസഫ് വീണ്ടും റോയി കതക് തുറക്കാത്തതായി കഴിഞ്ഞപ്പോൾ വീണ്ടും ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്നു. അപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഒരുപക്ഷെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടിയായിരിക്കും ഡോറ് ചവിട്ടിപ്പൊളിച്ചത് എന്ന് വേണം അനുമാനിക്കാൻ. അങ്ങനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഡോറ് ചവിട്ടി പൊളിച്ച് അകത്ത് കടന്നു ചെന്നപ്പോൾ റോയി സ്വന്തം കസേരയിൽ രക്തമൊലിപ്പിച്ച് ഇരിക്കുന്ന അവസ്ഥയിലാണ് കണ്ടത് എന്ന് പറയുന്നു. തുടർന്ന് IT ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ചേർന്ന് എത്തി റോയിയെ ആശുപത്രിയിൽ കൊണ്ടുചെന്നപ്പോഴേക്കും മരണം സംഭവിച്ചു എന്ന് ജോസഫ് പറയുമ്പോൾ ഇതിലെല്ലാം അസ്വാഭാവികമായ അല്ലെങ്കിൽ ദുരൂഹമായ ഒരുപാട് സംഗതികൾ ഒളിഞ്ഞിരിക്കുന്നു. 3 ദിവസമായി IT ഉദ്യോഗസ്ഥർ റോയിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അതായത് ജനുവരി 28, 29, 30 തീയതികളിലായി റോയിയെ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ റോയി ഈ ഉദ്യോഗസ്ഥന്മാരുടെ കസ്റ്റഡിയിൽ തന്നെയാണ്. അങ്ങനെയാണ് എങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് റോയിക്ക് തന്റെ ക്യാബിനിൽ ചെല്ലാൻ സാധിക്കുക, ജോസഫിനോടൊപ്പം പോകാൻ സാധിക്കുക, സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ റോയിക്ക് കാവൽ നിന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു കാരണവശാലും അത് സാധാരണ നിലയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഇതിൽ ഏറെ ദുരൂഹതയുള്ള ഒരു കാര്യം, കോൺഫിഡന്റ് ഗ്രൂപ്പ് പോലെ അതിപ്രശസ്തമായ വലിയ ബിസിനസ്സുകൾ നടക്കുന്ന റോയിയുടെ ഓഫീസിൽ 3 മാസമായി CCTV പ്രവർത്തിക്കുന്നില്ല. അല്ല എന്നുണ്ടെങ്കിൽ CCTV ദൃശ്യങ്ങളൊന്നും ലഭ്യമല്ല. 3 മാസത്തെ CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്ന് പറയുമ്പോൾ ഇതിലെല്ലാം ഏറെ ദുരൂഹതകളുണ്ട്. റോയിക്ക് എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത് എന്നറിയണമെന്നുണ്ടെങ്കിൽ ആ ഓഫീസിലെ, അതായത് ലോകോത്തരമായ ഓഫീസാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഓഫീസ്. ലോകത്താകമാനം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപതിയുടെ ഓഫീസിൽ CCTV ദൃശ്യങ്ങൾ 3 മാസമായി ലഭ്യമല്ല, അല്ലെങ്കിൽ 3 മാസമായി CCTV പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൽ വലിയ ദുരൂഹതകളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെയാണ് റോയിയുടെ സാമ്പത്തിക വശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ന്യായമായും സംശയിക്കേണ്ടത്. കാരണം റോയി പറഞ്ഞാണ് റോയിയുടെ സാമ്പത്തിക വശങ്ങളെ കുറിച്ച് നമ്മൾ ഉൾപ്പെടെ എല്ലാ ആളുകൾക്കും അറിയാവുന്നത്. 10 പൈസ കടമില്ല, 1 രൂപ കടമില്ല, ഞാൻ സംതൃപ്തികരമായ ജീവിതം നയിച്ചു വരുന്നു, ഇനി ഇപ്പോൾ ഈ നിമിഷം മരിക്കേണ്ടി വന്നാലും ഞാൻ സംതൃപ്തനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോയി ഒരു മാധ്യമത്തിന് നൽകിയ ബ്രോഡ്കാസ്റ്റ് അടുത്തിടെയാണ് നാം കണ്ടത്. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ റോയി പറയുന്ന തരത്തിൽ റോയി അതിസമ്പന്നനായിരുന്നോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. റോയി തന്നെ സൂചിപ്പിച്ച ഒരു കഥയുണ്ട് റോയിയുടെ ഒരു റീലിലൂടെ. റോയിക്ക് ഏതാണ്ട് 12ഓളം റോൾസ് റോയ്സ് കാറുകൾ സ്വന്തമായുണ്ട്, ഒരു വിമാനം സ്വന്തമായുണ്ട്. ഒരിക്കൽ ദുബായിൽ ഒരു എയർ ഷോയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ 11 വിമാനങ്ങൾക്ക് ഒരുമിച്ച് ഓർഡർ നൽകിയിരുന്നു റോയി, പിന്നീട് അത് വാങ്ങിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം സമ്പന്നനായിരുന്നു റോയി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു കഥ കൂടി റോയി പറയുന്നുണ്ട്. തൻ്റെ ഒരു ബുഗാട്ടി കാർ, അതിൻ്റെ ടയർ പഞ്ചറായി കഴിഞ്ഞപ്പോൾ ആ ടയറിൻ്റെ പഞ്ചർ ഒട്ടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അത് ഫ്രാൻസിലേക്ക് അയച്ചു. ഫ്രാൻസിലേക്ക് അയച്ച ആ ടയർ പഞ്ചർ ഒട്ടിച്ച് തിരിച്ചു വരുന്നതിന് വേണ്ടി 6 മാസം കഴിഞ്ഞു എന്നും അതിന് 50 ലക്ഷം രൂപ ചെലവായി എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും സമ്പന്നതയുടെ അതിനിർഗയിൽ നിൽക്കുന്ന ആളായി തന്നെ വേണം റോയിയെ മനസ്സിലാക്കാൻ. ഇത് റോയി പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. എന്തുകൊണ്ടാണ് ആദായ നികുതി ഉദ്യോഗസ്ഥർ സമ്മർദ്ദത്തിലാഴ്ത്തിയാൽ റോയിയുടെ ഇടപാടുകളെല്ലാം കൃത്യമാണ് എന്നുണ്ടെങ്കിൽ ആ രേഖകൾ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ റോയിക്ക് എവിടെയാണ് സമ്മർദ്ദം? അപ്പോൾ സാമ്പത്തികമായി റോയി നേടിയ ഈ സമ്പത്തെല്ലാം നേരായ മാർഗത്തിലൂടെ ആയിരുന്നില്ല എന്നുള്ള സംശയങ്ങളാണ് വരുന്നത്. മാത്രമല്ല IT വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിന് ശേഷം ED കൂടി ഈ അന്വേഷണത്തിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ റോയിക്ക് എന്തൊക്കെയോ മറയ്ക്കുവാനുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ആ ദുരൂഹതകളാണ് ഇനിയും ചുരുളഴിയേണ്ടത്. സ്ലോവാക്യ എന്ന രാജ്യത്തിന്റെ ഓണററി കോൺസുലേറ്റ് ജനറൽ എന്ന പദവി റോയ് നേടിയിട്ടുണ്ടായിരുന്നു. അത് പണം കൊടുത്താണ് നേടിയത് എന്ന് പറയുന്നു. ഇങ്ങനെ മറ്റൊരു രാജ്യത്തിന്റെ കോൺസുലേറ്റ് ജനറലായി പദവി ലഭിക്കുന്ന ഒരാൾക്ക് ഡിപ്ലോമാറ്റിക് സൗകര്യങ്ങൾ ലഭ്യമാണ്. അതായത് വിമാനയാത്രയിൽ ഉൾപ്പെടെ ഡിപ്ലോമാറ്റ് ബാഗേജ് വഴി ഒരുപാട്
കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നേരത്തെ സ്വപ്ന സുരേഷ് പറഞ്ഞതുപോലെ ഡിപ്ലോമാറ്റിക് ബാഗ് വഴി, നയതന്ത്ര ബാഗേജ് വഴി കള്ളക്കടത്ത് നടന്നു എന്ന് സ്വപ്ന സുരേഷ് മുൻപ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണം കള്ളക്കടത്ത് നടന്നത് ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴിയാണ് എന്ന് പറയുമ്പോൾ റോയി ഈ കോൺസുലേറ്റ് പദവി ഉപയോഗിച്ച് തന്റെ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി ഏതെങ്കിലും തരത്തിൽ അനധികൃതമായ കള്ളക്കടത്തുകൾ നടത്തിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ കേവലം ഒരു റിയൽ എസ്റ്റേറ്റ് ഉടമയായ റോയിക്ക് 12 റോൾസ് റോയ്സ് കാറുകൾ ഉൾപ്പെടെ ലംബോർഗി, ബുഗാട്ടി ഉൾപ്പെടെയുള്ള കാറുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞത്, 33-ാം വയസ്സിൽ ഒരു വിമാനം സ്വന്തമാക്കാൻ കഴിഞ്ഞത്, ലോകത്ത് ഉടനീളം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടത്താൻ കഴിഞ്ഞത് എന്നുള്ളതെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്, അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഇത് തന്നെയാണ് IT ഉദ്യോഗസ്ഥരെ റോയിലേക്ക് എത്തിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. 1 രൂപയുടെ പോലും കടമില്ലാതെ ഒരാൾ ഒരു ബിസിനസ് കൊണ്ടുപോകുമ്പോൾ അത് അസ്വാഭാവികം തന്നെയാണ്. കാരണം അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയെങ്കിലും ചില ആളുകൾ കടം കൊള്ളാറുണ്ട്. എന്നാൽ മാത്രമേ ഇത് കണക്കിൽ കൊള്ളിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 1 രൂപ പോലും ഒരാൾക്ക് കടമില്ലാത്ത ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തി എന്ന് പറയുമ്പോൾ അവിടെ തന്നെ അസ്വാഭാവികമായ കാര്യങ്ങളുണ്ട്. ഇത് തന്നെയാണ് IT ഉദ്യോഗസ്ഥരെ റോയിലേക്ക് എത്തിച്ചത്. റോയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി IT ഉദ്യോഗസ്ഥർ റോയിയെ സമ്മർദ്ദത്തിൽ ആഴ്ത്തിയിട്ടുണ്ടാകാം. എന്നാൽ അത് മരണകാരണമായി ഭവിച്ചു എന്ന് ജോസഫ് പോലും പറയുമ്പോൾ അത് വിശ്വസിക്കത്തക്കതല്ല. കൃത്യമായ അന്വേഷണങ്ങൾ കൂടിയേ തീരൂ. എന്തായാലും കർണാടക സർക്കാർ CID അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നു. റോയിയുടെ ശവസംസ്കാരം ഇന്ന് നടക്കും എന്നാണ് അറിയുന്നത്. കുടുംബക്കാരെല്ലാവരും എത്തിയിട്ടുണ്ട്. എന്തായാലും വളരെ വളരെ ദുരൂഹമായ ഒരു വളർച്ച തന്നെയായിരുന്നു റോയിയുടേത്. ദുരൂഹമായ ജീവിതമായിരുന്നു. ആരെയും അമ്പരിപ്പിക്കുന്ന ജീവിതമായിരുന്നു. ആരെയും അമ്പരിപ്പിക്കുന്ന മരണം കൂടിയായിരുന്നു. ഇത് തന്നെയാണ് ഈ വാർത്തയുടെ ആമുഖത്തിൽ പൂന്താനത്തിന്റെ വരികൾ ഉദ്ധരിച്ചത്. കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നും വരുത്തുന്നതും ഭവാൻ, 2 നാളു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തിക്കുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. മാളിക മുകളിൽ ഏറി വിരാജിച്ചിരുന്ന റോയി എന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപതിയായ ആ വലിയ ബിസിനസ്സുകാരന് മാളിക മുകളിൽ നിന്നും മരണത്തിന്റെ മാറാപ്പ് എങ്ങനെയാണ് തോളിലേക്ക് വന്നത്? സ്വന്തം മരണത്തിന്റെ മാറാപ്പ് സ്വയം നെഞ്ചിലേക്ക് വെടിയുയർത്തിക്കൊണ്ട് റോയി തീർക്കുകയായിരുന്നു എന്നുള്ളതെല്ലാം കണ്ടെത്തേണ്ടത് തന്നെയാണ്. അതിനുവേണ്ടി നമുക്കും കാത്തിരിക്കാം.